Hello my dear students, welcome back to Corporate Regulation Session 23. നമ്മൾ ഇന്ന് മൂന്നാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്, ദാറ്റ് ഈസ് ഷെയർസ് ആൻഡ് ഷെയർ ക്യാപിറ്റൽ. ഓൾറെഡി നിങ്ങൾക്ക് ഷെയർ ക്യാപിറ്റലൊക്കെ നിങ്ങൾ ഓൾറെഡി അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ്, അപ്പോൾ അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ മാത്രമാണത്. ഓക്കെ, സോ അതിന് മുമ്പ് നമുക്ക് എന്താണ് ക്യാപിറ്റൽ എന്ന് പറയാം. ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി, അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു മണി എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള പൈസയായിരിക്കും. ഓക്കെ, സോ ഈ ക്യാപിറ്റലാണ് നമ്മുടെ കമ്പനിയുടെ അസറ്റായിട്ട് മാറുന്നത്. അപ്പോൾ അതിൽ ഈ ഷെയർ പറയുന്നത് എന്താണെന്ന് നോക്കൂ. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ ചെറിയ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും ഒരു ഫിക്സഡ് എമൗണ്ടിൽ. അതിനെയാണ്, ആ ചെറിയ യൂണിറ്റ്സിനെയാണ് നമ്മൾ ഷെയർസ് എന്ന് പറയുന്നത്. അത് കമ്പനി ആക്ട് 2013 സെക്ഷൻ 284 പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഷെയർ എന്ന് പറയുന്നത് ഒരു ഷെയർ ക്യാപിറ്റലിലെ ഷെയറാണ് ഒരു കമ്പനിയുടെ, അതിൽ സ്റ്റോക്സും ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഒരു കമ്പനിയുടെ ഷെയർ ഒരു യൂണിറ്റാണ്, ആ ക്യാപിറ്റലിൽ ഒരു യൂണിറ്റാണ്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിക്ക് അതിൻ്റെ ക്യാപിറ്റൽ 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത് 1 ലക്ഷം 10 രൂപയുടെ 1 ലക്ഷം യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അതിൽ 10 രൂപയുടെ ഒരു യൂണിറ്റിനെ നമ്മൾ ഷെയർ ഓഫ് ദ കമ്പനി എന്നാണ് പറയുന്നത്. ഇനി സുപ്രീം കോടതി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെയർ എന്ന് പറയുന്നത് നമ്മളുടെ കമ്പനിയുടെ പ്രോഫിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവകാശമായിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ ആ കമ്പനിയുടെ അസറ്റ്സ് വൈൻഡപ്പ് സമയത്ത് അതിൻ്റെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റാണ് ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഷെയർ ഹോൾഡർ ഒരു കമ്പനിയുടെ ഷെയർ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും അയാൾക്ക് അതിലൂടെ കുറേ റൈറ്റ്സും ഒബ്ലിഗേഷൻസും, കുറച്ച് അവകാശങ്ങളും അതുപോലെ ബാധ്യതകളും ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് സ്റ്റോക്സ് എന്താണെന്നുള്ളത് നോക്കാം. ഈ ഷെയർസിൽ തന്നെയാണ് സ്റ്റോക്ക് എന്നുള്ളൊരു ടേമും വരുന്നത്. അപ്പോൾ സ്റ്റോക്കും അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫുള്ളി പെയ്ഡപ്പ് ഷെയർസിൻ്റെ ഒരു അഗ്രിഗേഷനെയാണ് സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ ഒരു ഫണ്ട്, ഈക്വൽ വാല്യൂ ഉള്ള ഫണ്ട് അവിടെ ആ ഒരു ഷെയർ എടുത്ത മെമ്പർ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഷെയർസ് ഒരു ബണ്ടിലായിട്ട് ഫോം ചെയ്യുമ്പോൾ അത് സ്റ്റോക്കായിട്ട് മാറുന്നു. അങ്ങനെയുള്ള സ്റ്റോക്കിനെ നമ്മൾ മണിയുടെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലാതെ ഷെയർസ് ആയിട്ടല്ല എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, സപ്പോസ് ഇപ്പോൾ ഒരു കമ്പനിയുടെ 10 രൂപയുടെ 10 ഷെയർസ് എടുത്തിട്ടുണ്ടെങ്കിൽ 10 ഷെയർ എടുത്തു എന്നേ പറയുന്നുള്ളൂ. പക്ഷേ സ്റ്റോക്ക് അങ്ങനെയല്ല, മണിയിലാണ് പറയുക. അപ്പോൾ ഈ സ്റ്റോക്ക് എന്നുള്ളത് നമുക്ക് എത്ര എമൗണ്ടിൻ്റെ ഫ്രാക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിനെ ഷെയർ പോലെ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ഒരു ലിമിറ്റഡ് കമ്പനിക്ക് ഷെയർ ക്യാപിറ്റൽ ഉള്ളപ്പോൾ ആ ഷെയർ ക്യാപിറ്റലിനെ അതിൻ്റെ ഏതെങ്കിലും കുറച്ച് ഭാഗങ്ങളോ അല്ലെങ്കിൽ അത് ഫുള്ള് പെയ്ഡപ്പ് ഷെയർസിനെ എന്താവാം, സ്റ്റോക്കായിട്ട് മാറ്റാം. അതുപോലെ തന്നെ സ്റ്റോക്കിനെ എന്ത് ചെയ്യാം, ഫുള്ളി പെയ്ഡപ്പ് ഷെയർസ് ആയിട്ടുള്ള സ്റ്റോക്കിനെ ആ സ്റ്റോക്കിനെ ഫുള്ളി പെയ്ഡപ്പ് ഷെയർസ് ആയിട്ട് അത് ഡിനോമിനേഷനിലേക്ക് ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. അതാണ് സ്റ്റോക്ക്. ഓക്കെ, ഇനി നമുക്ക് ഷെയർ സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഷെയർസ് നമ്മുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് സിമ്പിളി നമ്മൾ ആ ഷെയർസിൻ്റെ ഒരു ബണ്ടിലിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. എങ്കിലും അതിൻ്റെ ഡിഫറൻസ് എന്താണ്? ഷെയർസ് നമുക്ക് ഡയറക്റ്റായിട്ട് ഇഷ്യൂ ചെയ്യാം, പക്ഷേ സ്റ്റോക്ക് ഡയറക്റ്റായിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഫുള്ളി പെയ്ഡപ്പ് ഷെയർസാണ് സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ ഷെയർസിന് നോമിനൽ വാല്യൂ ഉണ്ടാവും. ഒരു ഷെയർ 10 രൂപ, അങ്ങനെ നോമിനൽ വാല്യൂ ഉണ്ടാവും. സ്റ്റോക്കിന് അങ്ങനത്തെ നോമിനൽ വാല്യൂ ഇല്ല. അതുപോലെ തന്നെ ഷെയർസ് ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യലി പെയ്ഡപ്പാണ്. സ്റ്റോക്ക് എപ്പോഴും ഫുള്ളി പെയ്ഡപ്പാണ്. ഇനി ഷെയർ എന്ന് പറയുന്നത് അതിന് ഡിസ്റ്റിങ്ക്റ്റീവ് നമ്പർ ഉണ്ട്. ഓക്കെ, അതാണ് മറ്റുള്ള ഷെയർസിൽ നിന്നും അതിനെ വേർതിരിക്കുന്നത്. പക്ഷേ സ്റ്റോക്കിന് അങ്ങനെ ഒരു നമ്പറൊന്നുമില്ല. പിന്നെ ഷെയർസ് നമുക്ക് മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക, 1ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. സ്റ്റോക്ക് അങ്ങനെ നമുക്ക് ഫ്രാക്ഷൻസ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ എല്ലാ ഷെയർസും ഒരേ ക്ലാസ്സിൻ്റെ എല്ലാ ഷെയർസിനും ഈക്വൽ ഡിനോമിനേഷൻ ആയിരിക്കും, സ്റ്റോക്കിന് ഡിഫറെൻറ്റ് ഡിനോമിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഷെയർസും സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടൈപ്പ് ഓഫ് ക്യാപിറ്റലാണ്.
നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റൽ, അതിനെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഏതൊക്കെ ടൈപ്പാണ് വരുന്നത്? ആദ്യം രജിസ്റ്റേർഡ്, ഓതറൈസ്ഡ് ഓർ നോമിനൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനിയുടെ മെമ്മറണ്ടം ഓഫ് അസോസിയേഷനിൽ ആ കമ്പനി സ്പെസിഫൈ ചെയ്യുന്ന ക്യാപിറ്റൽ എമൗണ്ട് എത്രയാണോ, അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ എത്രയാണോ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്, ആ ക്യാപിറ്റലിനെയാണ് നമ്മൾ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ ആണ് മാക്സിമം എമൗണ്ട് ഷെയർ ക്യാപിറ്റലിൻ്റെ. അതനുസരിച്ചിട്ടാണ് കമ്പനിക്ക് പബ്ലിക്സിൽ നിന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റുക, അത്ര എമൗണ്ട് തന്നെ. ഓക്കെ, സോ ഈ ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മെമ്മറണ്ടം ഓഫ് കമ്പനിയെ ഓതറൈസ് ചെയ്തിട്ടുള്ളതാണ്. അതാണ് മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ രജിസ്റ്റേർഡ്, ഓതറൈസ്ഡ് ഓർ നോമിനൽ ക്യാപിറ്റൽ. ഇനി നെക്സ്റ്റ് വരുന്നത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലാണ്. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റലാണ്. ആരൊക്കെയാണോ അവർക്ക് ഷെയർസ് വേണ്ടത് അത് അപ്ലൈ ചെയ്യുമ്പോൾ ആ പബ്ലിക്സ് റിസീവ് ചെയ്യുന്നതാണ് ഈ ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണോ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, എനിക്ക് ഇന്ന ഷെയർ വേണം എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, അവരാണ് സബ്സ്ക്രൈബേഴ്സ്. അവർക്ക് എന്ത് ചെയ്യുന്നു, ആ ഷെയർ ക്യാപിറ്റൽ കൊടുക്കുകയാണ്. അത് ഈ കമ്പനിയുടെ ഡയറക്ടേഴ്സിൻ്റെ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സബ്സ്ക്രൈബ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ മെമ്പേഴ്സാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അതാണ്. ഇനി കോൾഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഇപ്പോൾ കമ്പനിയുടെ മെമ്പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്ത് അവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് കോൾ ചെയ്യും കമ്പനി. ഓക്കെ, അതിൽ ചിലപ്പോൾ എത്ര സബ്സ്ക്രൈബ് ക്യാപിറ്റലാണ് ആ മെമ്പേഴ്സ് വാങ്ങിച്ചു വെച്ചേക്കുന്നത്, അത് മുഴുവൻ ചിലപ്പോൾ കോൾ ചെയ്യുന്നുണ്ടാവില്ല. ആവശ്യമായിട്ടുള്ള എമൗണ്ട് മാത്രമേ അത് കോൾ ചെയ്യുന്നുണ്ടാവൂ. അതിനെയാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് ബാക്കിയുള്ള എമൗണ്ട്, കോൾ ചെയ്യാത്ത എമൗണ്ടിനെ നമ്മൾ അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. ഓക്കെ, സോ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പേയ്മെൻറ്റ്, ആ കമ്പനിക്ക് പേയ്മെൻറ്റ് നടത്തേണ്ട ക്യാപിറ്റലാണത്. ഓക്കെ, സപ്പോസ് ഇപ്പോൾ ഒരു കമ്പനിയുടെ മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ഒരു 50,000 രൂപയുടെ സബ്സ്ക്രൈബ് ക്യാപിറ്റൽ എടുത്തു. അത് കമ്പനിക്ക് പേ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു ആവശ്യം വന്നപ്പോൾ കമ്പനി എന്ത് ചെയ്തു, 25,000 രൂപ എന്ത് ചെയ്തു, കോൾഡ് അപ്പ് ക്യാപിറ്റലായിട്ട് പേ ചെയ്യാൻ പറയുന്നു. അപ്പോൾ ആ എമൗണ്ട് എന്താണ്, കോൾഡ് അപ്പ് ക്യാപിറ്റൽ ആവുന്നു. ഇനി ബാക്കി 25,000 പേ ചെയ്യാത്തത് അൺകോൾഡ് ക്യാപിറ്റലായിട്ട് മാറുന്നു. ഇനി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇപ്പം ഒരു കമ്പനി കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും അതിൻ്റെ പൈസ, ആ എടുത്ത ഷെയർസിൻ്റെ പൈസ അടയ്ക്കണം. അപ്പോൾ ആ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനെയാണ് നമ്മൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ പേയ്മെൻറ്റ് നമ്മുടെ മെമ്പേഴ്സ് റിസീവ് ചെയ്ത് അതിനെ റെസ്പെക്റ്റീവ് ഷെയർസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പനിയുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ പെയ്ഡ് അപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഇതുപോലെ കോൾ ചെയ്ത് വരുന്ന എല്ലാ എമൗണ്ടും എഗ്രിഗേറ്റ് ചെയ്യുന്നതാണ്. അത് നമ്മുടെ കമ്പനിക്ക് ക്രെഡിറ്റ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് അതെന്ത് ചെയ്യുന്നു, ഈക്വൽ അതിനെ റെസ്പെക്റ്റീവ് ഷെയർസ് ആയിട്ട് ഇഷ്യൂ ചെയ്യാണ്. ഓക്കെ, അപ്പം ആ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ റെസ്പെക്റ്റീവ് ഷെയർസ് ആയിട്ട് കമ്പനിയുടെ ഫോം ചെയ്യുന്നു. അതിൽ വേറെ എമൗണ്ടുകളൊന്നും ഇൻക്ലൂഡ് ആവുന്നില്ല. ഓക്കെ, അതാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ.